ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അവസാന പ്രതിയും ജയിലിന് പുറത്തേക്ക്. അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കരദാസിന് ജാമ്യം ലഭിച്ചു. കൊല്ലം വിജിലൻസ് കോടതിയാണ് സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് 90 ദിവസം പൂർത്തിയായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് കൊല്ലം വിജിലൻസ് കോടതി കെ പി ശങ്കരദാസിന് ജാമ്യം അനുവദിച്ചത്. ദ്വാരപാലകപാളി, കട്ടിളപ്പാളി കേസുകളിൽ ജാമ്യം ലഭിച്ച ശങ്കരദാസ് ഇന്നു തന്നെ ജയിൽ മോചിതനാകും. ഇതോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലെ മുഴുവൻ പ്രതികളും ജാമ്യത്തിലിറങ്ങി. കേസിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, തന്ത്രി കണ്ഠരര് രാജീവര്, CPIM നേതാവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. 2026 ജനുവരി 14-നാണ് ശങ്കരദാസിനെ SIT അറസ്റ്റ് ചെയ്തത്. അതേസമയം മുഴുവൻ പ്രതികളും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെങ്കിലും ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. കേസുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെയുള്ള തെളിവ് ശേഖരണത്തിനുള്ള കാലതാമസമാണ് കുറ്റപത്രം വൈകാൻ കാരണമാകുന്നത്. റിപ്പോർട്ടർ, കൊല്ലം.